മറുനാടൻ ഹോട്ടൽ തൊഴിലാളിയും യൂട്യൂബറുമായ അരുണാചൽ സ്വദേശി അശോക് ദാസ് വാളകത്ത് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ പുറത്തു വന്നിരിക്കുകയാണ്. അശോകിനെ ഒരു കൂട്ടം ആളുകൾ സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു എന്നുള്ള തെളിവുകളിലേക്കാണ് കേസന്വേഷണത്തിൽ പോലീസ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. വ്യാഴാഴ്ചയായിരുന്നു ഈയൊരു സംഭവം നടന്നത്. കൊല്ലപ്പെടുന്നതിന് മുമ്പ് അശോക് ദാസ് വാളകം കവലയ്ക്ക് സമീപം 2 സ്ത്രീകൾ മാത്രം വാടകയ്ക്ക് താമസിക്കുന്ന ഒരു വീട്ടിൽ എത്തിയിരുന്നു. ഇവിടെ വെച്ച് അശോക് അക്രമാസക്തനാവുകയായിരുന്നു. മദ്യലഹരിയിൽ അവിടെ എത്തിയ അശോക് ദാസ് ആ വീട്ടിലെ അലമാരയുടെ ചില്ല് കൈയുപയോഗിച്ച് ഇടിച്ചു പൊട്ടിക്കുകയായിരുന്നു. കൈമുറിഞ്ഞ് രക്തമൊഴുക്കിക്കൊണ്ട് റോഡിലെത്തിയ ഇയാളെ കണ്ട നാട്ടുകാർ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ അശോകനെ നാട്ടുകാർ പിടികൂടി റോഡിനരികിലെ ഇരുമ്പുകാലിൽ കെട്ടിയിടുകയായിരുന്നു. ഇതിനിടെ അശോകിനെ ആളുകൾ മർദ്ദിക്കുകയും വിചാരണ ചെയ്യുകയും ചെയ്തു. പെൺകുട്ടികളിൽ ഒരാളുടെ സുഹൃത്താണ് അശോക്. ഇരുവരും ഹോട്ടലിൽ ഒരുമിച്ചാണ് ജോലി ചെയ്തിരുന്നത്. മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പെൺസുഹൃത്തുക്കൾ ഫോണിൽ പകർത്തിയിരുന്നു. നാട്ടുകാരിൽ ചിലർ വിവരമറിയിച്ചതിനെ തുടർന്ന് രാത്രി 11 മണിയോടെ പോലീസ് എത്തി അശോകനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. ആദ്യം മൂവാറ്റുപുഴ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഇയാളെ പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു. എന്നാൽ പാതി വഴിയിൽ വെച്ച് അശോക് മരണപ്പെടുകയായിരുന്നു. നാട്ടുകാർ സംഘം ചേർന്ന് നടത്തിയ കെട്ടിയിട്ടുള്ള വിചാരണയും മർദ്ദനവും മൂലമാണ് അശോക് ദാസ് കൊല്ലപ്പെട്ടതെന്ന് പോലീസ് വ്യക്തമാക്കി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും ഡോക്ടറുടെ മൊഴിയുടെയും വിശദ പരിശോധനയുടെയും അടിസ്ഥാനത്തിലാണ് ആൾക്കൂട്ട കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തലയ്ക്കും നെഞ്ചിനുമേറ്റ കനത്ത ആഘാതമാണ് മരണകാരണം. ഇതോടൊപ്പം അശോക് ദാസ് എത്തിയ വാടക വീട്ടിൽ താമസിച്ചിരുന്ന പെൺകുട്ടികളുടെ മൊഴികളും ഇവർ കൈമാറിയ ദൃശ്യങ്ങളും നിർണായകമായി. പെൺകുട്ടികൾ മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകുകയും ചെയ്തു. സ്ഥലത്തെ മൊബൈൽ ദൃശ്യങ്ങളും കേസ് ആൾക്കൂട്ട വിചാരണയെന്ന് വ്യക്തമാക്കി. സംഭവത്തിൽ ഒരു വീട്ടിലെ 3 പേരടക്കം 10 പേരാണ് അറസ്റ്റിലായത്. കൊലക്കുറ്റത്തിനാണ് ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അശോക് ദാസ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പോലീസ് തുടക്കത്തിൽ തന്നെ സംശയത്തിലായിരുന്നെങ്കിലും പിന്നീട് അന്വേഷണം ചൂടുപിടിച്ചു. മരണം സംഭവിച്ചത് എങ്ങനെയെന്ന കാര്യത്തിൽ ആദ്യം വ്യക്തതയുണ്ടായിരുന്നില്ല. കെട്ടിയിട്ടിരുന്ന അശോക് ദാസിന്റെ ശരീരത്തിൽ നിന്ന് രക്തം വാർന്നു പോയിരുന്നതും പോലീസിന് കൈമാറുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നതുമാണ് പോലീസിനെ സംശയത്തിലാക്കിയത്. അശോക് ദാസ് ആശുപത്രിയിൽ വെച്ച് മരിച്ചതോടെയാണ് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയത്. കൊല നടന്ന പിറ്റേ ദിവസം പുലർച്ചെ തന്നെ 10 പേരെ കസ്റ്റഡിയിലെടുത്തെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തിയത് വൈകി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന ശേഷമാണ്. അതിനിടെ സ്ഥലത്തെത്തി പോലീസ് സംഘം വിവരങ്ങളും മൊഴികളും ശേഖരിച്ചു. കൊല്ലപ്പെട്ടയാളുമായി പരിചയമുള്ള പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും വൈകാതെ രേഖപ്പെടുത്തി. ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ചില ദൃശ്യങ്ങളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചേർത്ത് വെച്ചാണ് പോലീസ് സംഭവത്തിൽ വ്യക്തത വരുത്തിയത്. ഇതോടെ സംഭവത്തിൽ ഉൾപ്പെട്ട പലരെയും തിരിച്ചറിയാൻ കഴിഞ്ഞു. പോലീസ് പിടിച്ചെടുത്ത ഫോണുകളിലെ ദൃശ്യങ്ങൾ പലരും മായ്ച്ചു കളഞ്ഞിരുന്നെങ്കിലും സൈബർ സെല്ലിന്റെ സഹായത്തോടെ വീണ്ടെടുക്കും. ദൃശ്യങ്ങൾ കിട്ടുന്നതോടെ മാത്രമേ കേസിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ കഴിയൂ. 50ഓളം പേർ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അശോകിന് MC മുന്നു എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു. ഹിന്ദി ഭാഷയിലെ ഗാനങ്ങൾക്കൊപ്പം ചുവടുവെക്കുന്ന 13ഓളം വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 12 ദിവസം മുമ്പാണ് ലോസ്റ്റ് ഓഫ് ടൈം എന്ന അവസാന വീഡിയോ അപ്ലോഡ് ചെയ്തത്. 3500ഓളം പേർ ഇത് കണ്ടു കഴിഞ്ഞു. മൂവാറ്റുപുഴയിൽ ഹോട്ടൽ ജീവനക്കാരനായ ഇയാൾ 1 വർഷം മുമ്പാണ് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്തു തുടങ്ങിയത്. ആൾക്കൂട്ട ആക്രമണത്തിൽ അശോക് ദാസ് കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഭവം അറിഞ്ഞ ശേഷം വീഡിയോയ്ക്ക് താഴെ ആദരാഞ്ജലികൾ അർപ്പിച്ചുള്ള കമന്റുകളാണ് വരുന്നത്. ഹോട്ടൽ ജീവനക്കാരനായിരുന്ന അശോക് ദാസ് ഏതാനും നാളുകളായി വാളകത്ത് വാടകയ്ക്ക് താമസിച്ച് വരികയായിരുന്നു. കൊല്ലപ്പെട്ട അശോക് ദാസ് അതിക്രൂരമായ മർദ്ദനത്തിനിരയായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ശ്വാസകോശം തകർന്ന നിലയിലാണ്. തലച്ചോറിലും ആഘാതമേറ്റു. ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള മുറിവുകളോ പരിക്കുകളോ ഇല്ല. തലയുടെ ഒരു ഭാഗത്തു തന്നെ നിരന്തരമായി അടിക്കുകയോ ഇടിക്കുകയോ ചെയ്തിരിക്കാമെന്നാണ് കരുതുന്നത്. ചവിട്ടുകയോ തുടർച്ചയായി ഇടിക്കുകയോ ചെയ്തതിന്റെ ഫലമായാണ് ശ്വാസകോശം തകർന്നത്. വീഴ്ചയിൽ സംഭവിക്കാവുന്ന തരത്തിലുള്ള പോറലുകളോ മുറിവുകളോ ചതവോ ഇല്ല. ശനിയാഴ്ച ഉച്ചയോടെ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. അശോക് ദാസിനെ കെട്ടിയിട്ട സ്ഥലം, ഇയാൾ ഓടിയ വഴികൾ, സ്ഥലങ്ങൾ, പെൺകുട്ടികൾ താമസിച്ചിരുന്ന വാടക വീട് എന്നിവിടങ്ങളിൽ പ്രതികളെ എത്തിച്ചു. കുറ്റം ചെയ്തിട്ടില്ലെന്നും സംഭവം നടക്കുമ്പോൾ ഒട്ടേറെ പേരുണ്ടായിരുന്നുവെന്നും ഇവിടെ തങ്ങൾ എത്തുമ്പോഴേക്കും ആളെ കെട്ടിയിട്ടിരുന്നുവെന്നുമാണ് ഇവർ പോലീസിനോട് പറഞ്ഞത്.